പാലക്കാട് ഒറ്റപ്പാലം കണ്ണിയംപുറത്ത് മോഷണം. 2 വ്യാപാര സ്ഥാപനങ്ങളിലും 2 ക്ഷേത്രങ്ങളിലുമായി 4ഓളം വീടുകളിലുമായാണ് ഈ മോഷണവും മോഷണ ശ്രമവും നടന്നത്. 2 ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. ബൈക്കിലെത്തിയ 2 പേരടങ്ങിയ സംഘമാണ് മോഷണത്തിന്റെ പിന്നിലുള്ളത്. CCTV ദൃശ്യങ്ങൾ പുറത്തായി. ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ഒറ്റപ്പാലം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ആരാണ് ഈ മോഷ്ടാക്കൾ? ഈ മോഷ്ടാക്കളെ പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചോ? ഇപ്പോൾ പോലീസ് അന്വേഷണം ഏത് ദിശയിലാണ്? അശ്വതി, പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 2 വ്യാപാര സ്ഥാപനങ്ങളിലും 2 ക്ഷേത്രങ്ങളിലും 4ഓളം വീടുകളിലുമാണ് ഒറ്റപ്പാലം കണ്ണിയംപുറത്ത് മോഷണവും മോഷണ ശ്രമവും നടന്നത്. 2 ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. കണ്ണിയംപുറം തെരുവിലെ വീടുകൾക്കുള്ളിൽ കയറാൻ ശ്രമിച്ചെങ്കിലും വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടില്ല. കണ്ണിയംപുറത്തെ ഗോൾഡൻ പെയിന്റ്സ് എന്ന സ്ഥാപനത്തിലും അതേ കെട്ടിടത്തിന് മുകളിൽ നിലയിലുള്ള അമൃത് ഫുഡ് പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിലുമാണ് ചൊവ്വാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. പൂട്ട് തകർത്ത് ഉള്ളിൽ കടന്ന മോഷ്ടാക്കൾ പെയിന്റ് കടയിലെ മേശവലിപ്പിൽ ഉണ്ടായിരുന്ന 4000 രൂപയും CCTVയുടെ DVR-ഉം 3 പെൻഡ്രൈവുകളും ഉൾപ്പെടെ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. സ്ഥാപനത്തിലെ CCTV ക്യാമറകളിൽ ചിലത് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത് ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിനുള്ളിലെ മേശവലിപ്പിൽ സൂക്ഷിച്ച മൊബൈൽ ടാബാണ് നഷ്ടപ്പെട്ടത്. തൊട്ടപ്പുറത്തെ ഇരുചക്ര വാഹന ഷോറൂമിലും പൂട്ട് തകർത്ത് മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. ബൈക്കിലെത്തിയ 2 പേരടങ്ങിയ സംഘമാണ് മോഷണത്തിന്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രതികൾക്കായി ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒറ്റപ്പാലം പോലീസ് പറയുന്നത്. പ്രധാനമായിട്ടും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി അരുൺ, കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഈ മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ കയ്യിലുള്ളത്. ഇതൊരു തുമ്പാകുമോ ഒരു തെളിവാകുമോ എന്നൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള തരത്തിലുള്ള സംഭവങ്ങളൊന്നും മോഷണം പോയിട്ടില്ല. എങ്കിലും ഈ ക്ഷേത്രത്തിൽ നിന്നും ചില വിലപ്പെട്ട വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ടെന്നാണ് അരുൺ നൽകിയ വിവരം.